ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ശ്രുതിയെ അന്വേഷിച്ച് രേവതിയും സച്ചിയും ശ്രുതിയും കൂടെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ കറങ്ങുന്നുണ്ട്. അവസാനം സച്ചി പറയും, ഞാൻ മടുത്ത്, അവൾ ഇവനെ കളഞ്ഞേച്ച് പോയത് തന്നെയായിരിക്കുമെന്ന്. അന്നേരം ശ്രുതിക്ക് അങ്ങ് സങ്കടമാകുന്നുണ്ട്. എന്നാലും സാരമില്ല, നമുക്ക് എന്തായാലും തിരിച്ച് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് രേവതി സമാധാനിപ്പിച്ച് രണ്ടുപേരെയും വണ്ടിയെ കയറ്റി വീട്ടിൽ കൊണ്ടിരുന്നുണ്ട്. വീട്ടിൽ വന്ന് ഇറങ്ങുന്ന ഉടനെ തന്നെ ചന്ദ്രമതി ഓടി വരുന്നുണ്ട്. മോനെ ശ്രുതി എന്ന് പറഞ്ഞ്. അന്നേരത്തേന് ചന്ദ്രമതിയെ നോക്കി സച്ചി അങ്ങ് തുടങ്ങും. നിങ്ങൾ കാരണമല്ലേ ഇങ്ങനെ വന്നത്, നിങ്ങൾക്കറിയാമായിരുന്നില്ലേ ഇവൻ പോയി പിന്നെ പാർക്കിൽ കിടന്ന് ഉറങ്ങുകയാണെന്ന് പറഞ്ഞ് ഇവൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങിയ കാരണം ഇപ്പം ഞങ്ങൾക്ക് ആ പണി കിട്ടിയത്. ഞാനിപ്പോൾ എത്ര കിലോമീറ്റർ വണ്ടി ഓടിച്ചെന്നറിയാവോ, പിന്നെ എൻ്റെ ഇന്നത്തെ ട്രിപ്പും പോയി, ആ പൈസയും പോയി, ഡീസലിൻ്റെ പൈസയും പോയി, ഇങ്ങനെ ഞങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്താനായിട്ട് ഇവൻ ഇങ്ങനെ നടക്കുകയാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ശ്രുതിയോട് പിന്നെ ചന്ദ്രമതി എന്നാണ്ടൊക്കെ പറയാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ സച്ചി സമ്മതിക്കുന്നേ ഇല്ല. എടാ, നീ എൻ്റെ വണ്ടിക്കൂലി വെക്ക്, എൻ്റെ ഡീസലിൻ്റെ പൈസ വെക്കെന്നൊക്കെ പറഞ്ഞ് സച്ചി ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന ഉടനെ നിർത്തുമെന്ന് പറഞ്ഞ് ശ്രുതി അങ്ങോട്ട് വരും. ശ്രുതിയെ കാണുമ്പോൾ ഇവരെല്ലാവരും ഞെട്ടുന്നുണ്ട്. പൗഡർ എടുത്ത് ഇവിടെ ഉണ്ടായിരുന്നോ, എന്നിട്ടാണോ ഞങ്ങൾ ഈ നാട് മുഴുവൻ തപ്പി നടന്നെന്ന്. ശ്രുതി പക്ഷേ ഓടി ചെല്ലുന്നുണ്ട് ശ്രുതിയുടെ അടുത്തോട്ട്. അന്നേരം ശ്രുതി ഒന്നും മിണ്ടുന്നൊന്നുമില്ല. നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ, നിങ്ങളെ കബളിപ്പിച്ചവനാണ് ഇവൻ, എന്നിട്ട് നിങ്ങൾ ഇവനെ ഇട്ടേച്ച് പോയെന്നാണ് ഞങ്ങൾ വിചാരിച്ചെന്നൊക്കെ പറഞ്ഞ് സച്ചി ഓരോന്നൊക്കെ പറയുമ്പോഴത്തേന് ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരും. സച്ചി നിർത്ത്, എന്തിനാ ശ്രുതിയെ എപ്പോഴും ഇങ്ങനെ അധിക്ഷേപിക്കുന്നത്? ശ്രുതിയെ ഇങ്ങനെ അധിക്ഷേപിക്കാൻ നിനക്കൊരവകാശവുമില്ല. അവൻ നിൻ്റെ ചേട്ടനല്ലേ, അപ്പം പിന്നെ അതിനനുസരിച്ചുള്ള ബഹുമാനം അദ്ദേഹത്തിന് കൊടുക്കുക തന്നെ വേണം. എന്ത് പറഞ്ഞാലും ശ്രുതിയുടെ തോളയിലോട്ട് ഇങ്ങനെ കയറുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് രേവതി ദേഷ്യപ്പെടുന്നുണ്ട് സച്ചിയോട്. അതല്ല പൗഡർ എടുത്തി, നിങ്ങളെ കളിപ്പിച്ചിട്ട് ഇവൻ പാർക്കിൽ പോയി കിടന്ന് ഉറങ്ങുകയല്ലായിരുന്നോ എന്ന് ചോദിക്കും. അതൊക്കെ ഞങ്ങളുടെ കുടുംബകാര്യം, ഞങ്ങളുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാൻ നിങ്ങൾക്ക് അവകാശമൊന്നുമില്ല. ഇവിടെ വേണമെങ്കിൽ അച്ഛനോ അമ്മയോ ഇതിനകത്ത് ഇടപെട്ടോട്ടെ, അല്ലാതെ വേറെ ആരും ഇതിനകത്ത് ഇടപെടുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് ശ്രീകാന്തിൻ്റെ ഭാര്യയും പറയുന്നുണ്ട്, അത് ശ്രുതി ചേച്ചി പറഞ്ഞത് ശരിയാണ്. എന്തിനാണ് മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുന്നത്? സച്ചിയേട്ടൻ ഇങ്ങനെ എല്ലാവരുടെയും കാര്യത്തിൽ ഇടപെടുന്നത് ശരിയല്ല എന്ന് പറയും. അന്നേരത്തേന് സച്ചി പറയും, ഞാൻ ഇടപെടും, ഇന്ന് ഞാനാണ് ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് ഇവനെയും കൊണ്ട് നടന്ന് തപ്പിയത്, അത് കാരണം ഞാൻ ഇടപെടുക തന്നെ ചെയ്യുമെന്ന്. അന്നേരം ശ്രീകാന്തും പറയുന്നുണ്ട്, ഏട്ടൻ എന്തിനാ മറ്റുള്ളവരുടെ കുടുംബകാര്യത്തിൽ ഇടപെടുന്നത്? ഏട്ടൻ്റെ കാര്യം നോക്കിയാൽ പോരെയെന്ന്. ഈ വീട്ടിലെ ചെലവ് നടത്തുന്നത് സച്ചിയാണെന്നുള്ള ഒരു ഭാവത്തിലാണോ ഇത്രയും കിടന്ന് ബഹളം വെക്കുന്നത്? ഈ വീട്ടിലെ ചെലവിന് വേണ്ടി ഞങ്ങൾ ഒരു വീതം തരുന്നുണ്ട്, അപ്പം ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാനായിട്ട് നിങ്ങൾക്ക് ഒരു അവകാശം ഇല്ലെന്ന് പറയും. അപ്പം രേവതിയും സച്ചിയോട് പറയുന്നുണ്ട്, ഒന്നും മിണ്ടാതിരിക്കുന്നത്, എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നതെന്ന്. അന്നേരം രവീന്ദ്രന് പക്ഷേ മിണ്ടാതെ ഇരിക്കുകയാണ്. അന്നേരം അങ്കിള്, എന്താ അങ്കിളൊന്നും മിണ്ടാത്തത്? ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇവനിങ്ങനെ പറയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അങ്കിളൊന്ന് പറയാൻ പറയും. അങ്കിളോ ആൻറ്റിയോ അല്ലാതെ വേറെ ആരും ഞങ്ങളുടെ ഒരു കാര്യത്തിൽ ഇടപെട്ട് പോയേക്കരുതെന്ന് പറഞ്ഞ് ശ്രുതി അങ്ങ് റൂമിലേക്ക് കയറിപ്പോവും. രേവതിയും പറയുന്നുണ്ട്, സച്ചിയേട്ടൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഞങ്ങളല്ലേ ഇപ്പം ഇത്രയും നേരം അലഞ്ഞു തിരിഞ്ഞ് നടന്ന് പല സ്ഥലങ്ങളിലും ശ്രുതിയെ തപ്പിപ്പോയത്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നതിൽ എൻ്റെ തെറ്റെന്ന്. നീ ഇനി എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ നിന്ന് ഓരോന്ന് പറഞ്ഞു കൊടുക്കടി, നീയുടെ കൂടിയാണ് ഈ കുടുംബം കലക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി രേവതിയോട് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. എല്ലാം കേട്ടോണ്ടിരുന്ന രവീന്ദ്രൻ അവസാനം സച്ചിയോട് പറയുന്നുണ്ട്, സച്ചി, നീ പറയുന്ന കാര്യമെല്ലാം ശരിയാണ്, പക്ഷെ നിനക്ക് ഭയങ്കര ദേഷ്യമാണ്. ആ ദേഷ്യത്തോടെ കാര്യങ്ങൾ പറയുന്നത് കാരണം പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇനി നീ വേറെ ആരുടെയും കാര്യങ്ങളിൽ ഇടപെടരുത്, നീ നിൻ്റെ കാര്യം മാത്രം നോക്കി ജീവിച്ചാൽ മതിയെന്ന്. ഞാൻ ഇടപെടുമെന്ന് ആദ്യം സച്ചി പറയും. എന്നാൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയും, അച്ഛൻ പറഞ്ഞ ഞാൻ അനുസരിക്കും, അല്ല വേറെ ആരും എന്നെ ഭരിക്കാൻ വന്നേക്കരുതെന്ന് പറഞ്ഞ് സച്ചി രേവതിയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് അങ്ങ് പോകും. ഇപ്പോൾ ചന്ദ്രമതിയോട് രവീന്ദ്രൻ പറയുന്നുണ്ട്, നീ ഓരോന്ന് മറച്ചു പിടിക്കുന്നത് ഓരോ ഭൂകമ്പമാണ് ഉണ്ടാക്കുന്നത്, ഇനിയെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിർത്തി കുടുംബം നോക്കി ജീവിക്കാൻ നോക്കാൻ. ശ്രുതി ഇങ്ങനെ റൂമിലിരിക്കുന്ന സമയത്ത് ശ്രുതി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ശ്രുതിയുടെ കാൽച്ചുവട്ടിലിരുന്ന് അങ്ങ് കരയുവാണ്. എന്നോട് ക്ഷമിക്കണം ശ്രുതി, ഞാൻ നിന്നോട് എല്ലാ കാര്യങ്ങളും പറയണമെന്ന് പറഞ്ഞ് ഇരുന്നതാണ്, പക്ഷേ നീ എന്നെ വിട്ടുപോയാലോ എന്നുള്ള സങ്കടം കാരണമാണ്. ഇന്നു മുതൽ ഞാൻ നന്നായിട്ട് ജീവിച്ചോളാം, നീ പറയുന്ന പോലൊക്കെ ജീവിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയും, ഞാനിന്ന് എന്തുമാത്രം സങ്കടപ്പെട്ടെന്നറിയാമോ, നിന്നെ കാണാത്തതിൻ്റെ ടെൻഷനിൽ എനിക്കങ്ങ് ജീവിതം പോലും വേണ്ടെന്ന് തോന്നിയതാണെന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേന് ശ്രുതിക്ക് ഒരുപാട് സ്നേഹമൊക്കെ തോന്നുന്നുണ്ട് ശ്രുതിയോട്. അത് പിന്നെ നീ ഇനി ഇങ്ങനെയൊന്നും പോകരുത്, എങ്ങോട്ടും പോകരുത്, ഞാൻ വേറെ ജോലിയൊക്കെ അന്വേഷിച്ചോളാം, നല്ല ജോലി കിട്ടിക്കഴിയുമ്പോൾ
ഞാൻ നിന്നോട് ഇതെല്ലാം തുറന്നു പറയണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അതിനു മുമ്പേ എല്ലാം വന്നില്ലേ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാലും സച്ചി എന്നെ ഒരുപാട് അപമാനിച്ചു, അത് കാരണമാണ് ഞാൻ ഇങ്ങനെ വീട് വിട്ട് പോകേണ്ടി വന്നെന്നൊക്കെയാണ് ശ്രുതി പറയുന്നത്. ഞാൻ ഈ കാര്യങ്ങളെല്ലാം വെട്ടിത്തുറന്ന് നിന്നോട് പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. അത് ഞാൻ അമ്മയോട് പറയുകയും ചെയ്തു. പക്ഷേ അമ്മയാ പറഞ്ഞത് ഈ കാര്യങ്ങളൊന്നും ഇപ്പം നിന്നെ അറിയിക്കണ്ട, നീ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് നിന്നെയും കളഞ്ഞേച്ച് പോയാലോ എന്ന്, അത് കാരണമാണെന്ന് പറയും. അപ്പോഴത്തേന് ആ റൂമിൻ്റെ വെളിയിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു ചന്ദ്രമതി ആകെ അങ്ങ് പെട്ടുപോകും. അയ്യോ മഹാഭാവി എന്നെ ഒറ്റ കൊടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ഇവരുടെ റൂമും തുറന്ന് അങ്ങ് ചെല്ലുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും അത് പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ, റൂമിലോട്ട് ചെല്ലുമെന്ന്. അന്നേരം അമ്മയോന്ന് ചോദിച്ചു ഇവർ രണ്ടുപേരും എഴുന്നേക്കും. എന്നിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട്, അമ്മയാണോ പറഞ്ഞിരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറയണ്ടെന്ന്? അന്നേരം ചന്ദ്രമതി പറയും, മോളെ അതങ്ങനെയല്ല ശ്രുതി, ഞാൻ മോനെ ഒരു നല്ല ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി, അല്ലാതെ ഇങ്ങനെയുള്ള സങ്കടകരമായ കാര്യമൊന്നും പറഞ്ഞ് മോളെ വിഷമിപ്പിക്കേണ്ടെന്നാണ് പറഞ്ഞിരുന്നെന്ന് പറയും. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ആവർത്തിക്കരുതെന്ന് പറയും. മോന് ഇനി നല്ല ജോലിയൊക്കെ കിട്ടും, നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി പെട്ടെന്ന് ഇറങ്ങി അങ്ങ് പോകും. ശ്രുതി അപ്പോൾ പറയുന്നുണ്ട്, ശ്രുതി നാളെ എനിക്ക് നല്ല ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അത് ഞാൻ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുകയും അതിന് നല്ല മാർക്ക് മേടിച്ച് നല്ലതായിട്ട് ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യും എന്നൊക്കെ പറയും. അത് ശരിയാന്നൊക്കെ പറഞ്ഞ് ശ്രുതി അങ്ങ് സമ്മതിക്കുന്നുണ്ട്. കിടക്കാൻ പായൊക്കെ വിരിക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, എന്നാലും എങ്ങനെയാ ശ്രുതി ഇങ്ങനെ എത്ര പെട്ടെന്ന് ഇങ്ങ് എത്തിയത്? നമ്മൾ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാതെ തന്നെ എല്ലാം മനസ്സിലാക്കിയ പോലാണല്ലോ പ്രവർത്തിക്കുന്നതെന്നൊക്കെ പറയും. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്, എന്തോ ഇതിനിടെ സംഭവിക്കുന്നുണ്ട് എന്ന് സച്ചിയും രേവതിയും പറയുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ശ്രുതി നന്നായിട്ട് ഒരുങ്ങി പോകാനായിട്ട് റെഡിയാകുകയാണ് ഇൻ്റർവ്യൂവിന്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഈ ഷർട്ട് ഇട്ടുകൊണ്ട് പോകണ്ട, ഇതിന് മാച്ച് ചെയ്യുന്ന വേറൊരു ഷർട്ട് ഞാൻ എടുത്തു തരാമെന്ന്. അത് വേണ്ട, ഞാൻ ഇത് ഇട്ടോളാമെന്നൊക്കെ ആദ്യം ശ്രുതി പറയും. അത് പറ്റത്തില്ല, ഞാൻ തന്നത് തന്നെ ഇടണമെന്ന് പറഞ്ഞ് ശ്രുതി വേറൊരു ഷർട്ടൊക്കെ ഇടിച്ച് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് പറയും, ഞാൻ ഇന്ന് നന്നായിട്ട് പെർഫോം ചെയ്യും, എനിക്ക് ആ ജോലി മേടിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറയും. അന്നേരത്തേന് ശ്രുതി പറയും, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, നിങ്ങൾ ശരിക്കും ഏറ്റവും മിടുക്കനാണെന്നൊരു ഭാവം നിങ്ങൾക്കുണ്ട്, പക്ഷേ അങ്ങനെയല്ല, ബാക്കിയുള്ളവർ നല്ല മിടുക്കരാണ്, അപ്പോൾ അതനുസരിച്ച് വേണം സംസാരിക്കാൻ, നിങ്ങളെ കഴിഞ്ഞ് ആരും ഇല്ല എന്നുള്ള രീതിയിൽ അവിടെ സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ ജോലി കിട്ടത്തില്ലെന്ന് പറയും. അത് ശരിയാ ശ്രുതി, ഒരുപാട് പഠിത്തം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരിക്കും ഒരു വില കിട്ടത്തുള്ളൂ അല്ലേ എന്നൊക്കെ ചോദിക്കും. അതെ, അത് തന്നെയാണ് ശരി, അതുകൊണ്ട് നന്നായി പോയി പെർഫോം ചെയ്ത് ജോലി വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് ശ്രുതിയെ പറഞ്ഞു വിടുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.